ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. സുഭാഷിതം. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം ആരംഭിക്കുന്നത് നാം എങ്ങനെ ജ്ഞാനം കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 1-ാം വാക്യത്തിൽ മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് ഒരു പിതാവ് മകനെ ഉപദേശിക്കുകയാകുന്നു. ജ്ഞാനം എങ്ങനെ നേടാൻ കഴിയുമെന്നാണ് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്ന്. ജ്ഞാനം നാം അന്വേഷിക്കേണ്ട വിധം അവിടെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയണം. വെള്ളി ഭൂമിയുടെ അധോഭാഗത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. നിക്ഷേപങ്ങൾ എപ്പോഴും സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്നു. അത്രയ്ക്കുള്ള പ്രാധാന്യമാണ് ജ്ഞാനം നേടുക എന്നുള്ളത്. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നും ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നും കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് 6-ാം വാക്യത്തിൽ കാണുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും തന്റെ വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുന്നവന് യഹോവ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും നൽകുന്നു. ജ്ഞാനം നേടുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ചാണ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7, 8 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു, തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. He stores up sound wisdom for the upright. He is a shield to those who walk uprightly. നന്നായി എങ്ങനെ ജീവിതം നയിക്കണമെന്നാണ് ജ്ഞാനം പറഞ്ഞു തരുന്നത്. ദൈവത്തിലുള്ള സമർപ്പണവും അനുസരണവും നമ്മെ രക്ഷയുടെ പാതയിലേക്ക് നടത്തുന്നു. നമ്മുടെ പ്രതികൂലങ്ങളിൽ രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടുന്ന് നമുക്കൊരു പരിച തന്നെ. ഈ ജ്ഞാനമാണ് നാം സമ്പാദിക്കേണ്ടത്. നാം ജ്ഞാനം സമ്പാദിക്കുമ്പോൾ ന്യായത്തോടെ ദൈവം നമ്മെ നടത്തുന്നു. തന്നെയുമല്ല, നമ്മുടെ പാതകളെ അവിടുന്ന് സൂക്ഷിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ എവിടുന്നെല്ലാം രക്ഷിക്കുന്നു എന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്ന് സൂക്ഷിക്കും, വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വിടുവിക്കും, ഇരുട്ടുള്ള വഴിയിൽ നടത്താതെ നമ്മെ നേരെ നടത്തും, പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വന്ന യേശു കർത്താവിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. യേശു കർത്താവ് പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഈ അത്യുത്തമ ജ്ഞാനം പ്രാപിച്ച് പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങേ അറിയുന്നത് തന്നെയാണല്ലോ ജ്ഞാനം. നിത്യജീവൻ പ്രാപിപ്പാനുള്ള ദിവ്യജ്ഞാനം അടിയങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ നിന്നെന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ നിന്നെന്നെ കയറ്റി.